ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പൊതുവെ മാർക്കറ്റ് നല്ലൊരു കണ്ടീഷനിലാണ് മൂവ് ആയത്. ഇന്ന് ഓൾമോസ്റ്റ് സെക്ടേഴ്സ് എല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. എങ്കിലും അടുത്ത വരുന്ന ശനിയാഴ്ച വരുന്ന ഇന്ത്യയുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നെക്സ്റ്റ് മാർക്കറ്റൊക്കെ മൂവ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് സാറ്റർഡേ ട്രേഡിംഗ് ഡേ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാവുന്ന വിവരം. സാധാരണ പോലെ മറ്റുള്ള ദിവസങ്ങൾ പോലെ ഒരു ട്രേഡിംഗ് ഡേ സാറ്റർഡേയും ഹോളിഡേ ഇല്ലാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,163, 206 പോയിൻ്റ് ഉയർന്നു. നിഫ്റ്റി ബാങ്ക് 49,166 ക്ലോസ് ചെയ്തപ്പോൾ 299 പോയിൻറ്റ്സ് ഉയർന്നു. നിഫ്റ്റി മിഡ് ക്യാപ് 52,719 ക്ലോസ് ചെയ്തപ്പോൾ 1189 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 16,541 ക്ലോസ് ചെയ്തപ്പോൾ 532 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 18.64 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ഇന്ന് 632 പോയിൻ്റ് ഉയർന്നു 76,533 ക്ലോസ് ചെയ്തു. DI FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് ഇന്ന് 1,793 കോടി രൂപയുടെ ബൈ DI നടത്തിയപ്പോൾ FI ഇന്നും സെല്ലിങ്ങിലേക്ക് ആണ് പോയത്. 2,586 കോടിയുടെ സെല്ലിംഗ് നടത്തി. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ശ്രീറാം ഫിനാൻസ് 3.98% നല്ലൊരു റാലി നടത്തി. ബെൽ 3.72%, ടാറ്റ മോട്ടോഴ്സ് 3.65%, SBI ലൈഫ് 3.27%, ട്രെൻഡ് 3.11%, ബജാജ് ഓട്ടോ 2.91%, വിപ്രോ 2.77%, HDFC ലൈഫ് 2.71%, കോൾ ഇന്ത്യ 2.68% ആൻഡ് ഇൻഫി 2.61% റാലി നടത്തി. ലൂസേഴ്സ് ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ITC ഹോട്ടൽ 3.53% ഒരു ഇടിവ് കണ്ടു. മാരുതി 1.41%, ഏഷ്യൻ പെയിൻറ്റ് 0.81%, ഭാരതി എയർടെൽ 0.78%, ബ്രിട്ടാനിയ 0.6%, ITC 0.51%, ടാറ്റ കൺസ്യൂമർ 0.40%, ആക്സിസ് ബാങ്ക് 0.24% ആൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.10% ലോസ് ആണെന്ന് കാണിച്ചത്. നിഫ്റ്റിയുടെ ഈ മാസത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,163 ക്ലോസ് ചെയ്തപ്പോൾ 2.44% ലോസിലാണ് ഈ മാസത്തെ ആകെയുള്ള കണക്ക്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് മൺഡേ 22,829 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 22,957 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 23,163 ക്ലോസ് ചെയ്തു. ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2,311 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 528 കമ്പനികൾ റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടറൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG ഒഴികെ ബാക്കി എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 22,586 ക്ലോസ് ചെയ്തപ്പോൾ 322 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 42,914 ക്ലോസ് ചെയ്തപ്പോൾ 1,093 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 47 പോയിൻറ്റ്സ് ഉയർന്ന് 6245 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 239 പോയിൻ്റ് ഉയർന്ന് 23,044 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,163 ക്ലോസ് ചെയ്തപ്പോൾ 367 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. എന്നാൽ നിഫ്റ്റി FMCG ഇന്ന് 55,163 ക്ലോസ് ചെയ്തപ്പോൾ 278 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് ഉണ്ടായത്. നിഫ്റ്റി മെറ്റൽ 151 പോയിൻ്റ് ഉയർന്ന് 8308 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 25 പോയിൻ്റ് ഉയർന്ന് 888 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1585 ക്ലോസ് ചെയ്തപ്പോൾ 39 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 32,607 ക്ലോസ് ചെയ്തപ്പോൾ 641 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 47 പോയിൻ്റ് ഉയർന്നപ്പോൾ 8163 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 13,588 ക്ലോസ് ചെയ്തപ്പോൾ 221 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 10,235 ക്ലോസ് ചെയ്തപ്പോൾ 62% പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഇനി കാണിക്കുന്നത്. അംബുജ സിമൻറ്റ്സ് 17% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായി. അപ്പാർ ഇൻഡസ്ട്രീസ് 17.70% ഗ്രോത്ത്. ബജാജ് ഓട്ടോ 3% ഗ്രോത്ത് ഉണ്ടായി. BHEL 123% ഗ്രോത്ത് ഉണ്ടായി. എന്നാൽ ബോഷ് 12% ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇയർ ഓൺ ഇയർ. സിപ്ല 49% ഗെയിൻ ഉണ്ടായി. കോൾഗേറ്റ് പാമോലിവ് 3% ലോസ് ആണ് വന്നിരിക്കുന്നത്.
CSB ബാങ്ക് 1.3% ഗെയിൻ ഉണ്ടായി. എക്സാഡ് ഇൻഡസ്ട്രീസ് 2% ഗെയിൻ ഉണ്ടായി. GMR എയർപോർട്ട് 202 കോടിയുടെ പ്രോഫിറ്റ് കാണിച്ചു. ഗ്രേറ്റ് ഈസ്റ്റ് ഷിപ്പിംഗ് 11% ഗ്രോത്ത് ഉണ്ടായി. ഹിന്ദുസ്ഥാൻ സിങ്ക് 32% ഗെയിൻ ഉണ്ടായി. ഹോം ഫസ്റ്റ് ഫിനാൻസ് 24% ഗെയിൻ ഉണ്ടായി. ഹുണ്ടായി മോട്ടോഴ്സ് 19% ലോസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ റവന്യൂ 14% ഉയർന്നു. JSW എനർജി 32% ലോസ് ആണ് കാണിച്ചിരിക്കുന്നത്. M&M ഫിനാൻസ് 62% ഗെയിൻ ഉണ്ടായി. മഹാനഗർ ഗ്യാസ് 28% ലോസ് കാണിച്ചു. മാഗ്മ ഇന്ത്യ 4% ഗെയിൻ ഉണ്ടായി. മാരുതി സുസുക്കി 16% ഗെയിൻ ഉണ്ടായി. മോത്തിലാൽ ഓസ്വാൾ 14% ലോസ് ആണ് കാണിച്ചിരിക്കുന്നത്. PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസസ് 34% ഗെയിൻ ഉണ്ടായി. രത്നവീർ പ്രസിഷൻ 22% ഗെയിൻ ഉണ്ടായി. റൈറ്റ്സ് എന്നാൽ 15% ലോസ് ആണ് കാണിച്ചിരിക്കുന്നത്. റൂട്ട് മൊബൈലിലും 25% ലോസ് ആണ് കാണിച്ചിരിക്കുന്നത്. SBI കാർഡും 30% ലോസ് കാണിച്ചു. സ്റ്റാർ ഹെൽത്തും 25% ലോസ് കാണിച്ചു. എന്നാൽ സുസുലോൺ എനർജി 91% ഗെയിനാണ് കാണിച്ചത്. തിരുമല കെമിക്കൽസ് 83% ലോസ് കാണിച്ചു. TTK പ്രസ്റ്റീജ് 2% ലോസ് കാണിച്ചു. TVS ഹോൾഡിംഗ്സ് 20% ഗെയിൻ ഉണ്ടായി. ഉദയ്പൂർ സിമൻറ്റ് 88% ഗെയിൻ ഉണ്ടായി. UTAMC 19% ഗെയിൻ ഉണ്ടായി. V-Guard 3% ഗെയിൻ ഉണ്ടായി. ആൻഡ് VIP ഇൻഡസ്ട്രീസ് 271% കുറവാണ് കാണിച്ചത്. ഇനി നാളെ വരാനിരിക്കുന്ന Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബജാജ് ഫിൻസർവ്, ബജാജ് ഹോൾഡിംഗ്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ബയോകോൺ ലിമിറ്റഡ്, കണ്ടെയ്നർ കോർപ്പറേഷൻ, ഡാബർ ഇന്ത്യ, ജെടെക് ഇന്ത്യ, കല്യാൺ ജ്വല്ലേഴ്സ്, ലാർസൻ ട്യൂബ്രോ, നവീൻ ഫ്ലോറൈൻ, നെൽകാസ്റ്റ്, നെസ്കോ, പ്രിക്കോൾ ലിമിറ്റഡ്, റെയ്മണ്ട്, റേനെ, ശ്രീ സിമൻറ്റ്, സുബ്രോസ് ലിമിറ്റഡ് എന്നിവയുടെ റിസൾട്ടുകളാണ് നാളെ വരുന്ന പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ GDP ഡേറ്റ US നിന്ന് നാളെ വരുന്നുണ്ട്. GDP ജർമ്മനി ഡേറ്റ ജർമ്മനിയിൽ നിന്ന് നാളെ വരുന്നുണ്ട്. ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ഡേറ്റ ഫ്രം ജർമ്മനി നാളെ വരുന്നുണ്ട്. IPO ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ IPO എന്ന് ഡോക്ടർ അഗ്രവാൾസ് ഹെൽത്ത് കെയർ ലിമിറ്റഡിൻ്റെ IPO എന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. പ്രൈസ് ബാൻഡ് 382 to 402 ആണ് കൊടുത്തിരിക്കുന്ന പ്രൈസ് ബാൻഡ്. മെയിൻ അപ്ഡേറ്റ്സ് ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ബൈ ഓൾ.